ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ 2026 പ്ലസ് ടു പബ്ലിക് എക്സാമും അതുപോലെ തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമും ഒക്കെ അടുത്തെത്താറായിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എത്ര ദിവസമുണ്ട്? ജനുവരി മന്ത് ഉണ്ട്. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ജനുവരി ഉടനെ തീരും. പിന്നെ ഫെബ്രുവരി പകുതി വരെ കാണും അല്ലേ, കാരണം മോഡൽ എക്സാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമല്ലോ പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് ടൈമേ പഠിക്കാനേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടു പബ്ലിക് എക്സാമും എങ്ങനെയാണ് ഒന്നിച്ച് പഠിക്കുക, ഇപ്പോഴേ ഇനി പഠിച്ച് തുടങ്ങണോ എന്നൊക്കെയുള്ള ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ പോകുന്നൊരു സ്റ്റേജ് ആയിരിക്കും. അത് മാത്രമല്ല, ഇതിന് പുറത്തൊരു എക്സ്ട്രാ ഒരു ബർഡൻ പോലെ ആയിരിക്കും നിങ്ങൾക്ക് സ്കൂളിലും ട്യൂട്ടോറിയലും ഒക്കെ പലതരത്തിലുള്ള റിവിഷൻ ടെസ്റ്റുകളും എക്സാമുകളും ടെസ്റ്റ് പേപ്പറുകളും എല്ലാ സംഭവങ്ങളും ഈ ഒരു പീരീഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ മൊത്തത്തിലൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്, എനിക്കത് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യമേ മനസ്സിലാക്കുക, ഇനി നമുക്ക് സമയമുണ്ട്. നമുക്കിനി നമ്മൾ പഠിച്ചാലും മതി, നമുക്ക് നല്ലൊരു മാർക്കിലോട്ട് നമുക്ക് എത്താൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു സ്ട്രാറ്റജിയും കുറച്ച് ടിപ്സും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയട്ടെ. നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഓരോ വിഷയവും നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു ക്ലിയർ ഫോർമാറ്റ്, ഓക്കെ, ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ, അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് എവിടെ കൊടുക്കാം? ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അതെല്ലാവരും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എവിടെ നമ്മൾ രണ്ടും പ്ലസ് വണ്ണും പ്ലസ് ടു എങ്ങനെ പ്രോപ്പർ ബാലൻസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമുക്കതെ കുറച്ച് സമയമുള്ളൂ, ജനുവരി ഫെബ്രുവരി ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് പ്ലസ് ടുവും പ്ലസ് വണ്ണും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർ എന്താണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളത് എപ്പോഴും രണ്ടാമത്തെ ചോയ്സാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് പ്ലസ് ടുവിലുള്ള വിഷയങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, അത് എല്ലാവരും ആദ്യമേ അത് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുക. ചില കുട്ടികൾ എന്തായിരിക്കും, പ്ലസ് വണ്ണ് ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കും, പ്ലസ് ടു കുറച്ച് ലാഗ് ആക്കും. അപ്പോൾ അങ്ങനെയൊക്കെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ പ്ലസ് ടുവിന് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പ്ലസ് ടുവിലുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് തന്നെ ഒരു ദിവസത്തിൽ കുറേ സമയം നമ്മൾ മാറ്റി വയ്ക്കണം. ഓക്കെ, പിന്നെ കുറച്ച് സമയം, ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം പോയി ഒരു 2 മണിക്കൂറൊക്കെ മതി നമ്മുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഈ ഒരു ദിവസം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഈ പ്ലസ് വണ്ണിലെ കാര്യങ്ങളും പ്ലസ് ടുവിലെ കാര്യങ്ങളും പഠിക്കണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. മീൻസ് ഡെയിലി സെഷൻസ് എടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ദിവസവും ഇനി പ്ലസ് വണ്ണിലെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോർഷൻസും പഠിക്കണം, അതുപോലെ തന്നെ പ്ലസ് ടുവിന് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പോർഷൻസും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഡിലിജൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. ഓക്കെ, ആ ഒരു കാര്യം നമ്മൾ എന്താക്കുക, നിങ്ങൾ ആദ്യം അത് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് അത് നമുക്ക് അത് ഏത് ടൈമിൽ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ഇനി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മറ്റേ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എങ്കിലും ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ എല്ലാം എന്താ പറയുക, A to Z കാര്യങ്ങൾ ഞാൻ വായിച്ചിരിക്കും, ഞാൻ പഠിച്ചിരിക്കും, അങ്ങനെ ഒരു മൈൻഡ് നിങ്ങൾ എടുക്കണ്ട. കാരണം നമുക്ക് ഇപ്പോൾ നേരത്തെ പഠിച്ച് തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ, നമുക്ക് എത്രത്തോളം വായിക്കാൻ പറ്റണോ അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാം ഒന്നും പെട്ടെന്ന് ഫുള്ളി നമുക്ക് ഭയങ്കരമായിട്ട് സെറ്റാക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. അങ്ങനെ ടൈം നമ്മൾ എടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം, പക്ഷേ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻസും ഒക്കെയാണ് നമ്മൾ ആദ്യം നന്നായിട്ട് പഠിച്ച് സെറ്റാക്കേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ ജനുവരിയിലൊക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പോൾ ഒരു 12 ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 12 ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും വെയിറ്റേജ് ഉള്ള പോർഷൻസും ഒക്കെയാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ച് സെറ്റാക്കേണ്ടത്. ഓക്കെ, അത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് PYQs അനലൈസ് ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് വെയിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാനിവിടെ അതേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള എന്താണെന്നറിയോ, ഇപ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രാമർ പോർഷൻസ്, പിന്നെ നമുക്ക് ഡിസ്കോഴ്സ് പോർഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, പല കാര്യങ്ങളും എഴുതുന്നതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ക്രൊണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ്, മാപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴേ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പൊക്കോളണം. പിന്നെ എന്താ പറയണമെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണക്കുകളൊക്കെ ഉണ്ടല്ലോ, +1 നമ്മുടെ മീൻ മീഡിയൻ മോഡൊക്കെ വെച്ചിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻസ് ഒക്കെ അത്യാവശ്യം ഇപ്പോഴേ തന്നെ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോയി എന്താ പറയുക ഇപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അതേഴ്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ +1 നമ്മൾ പഠിക്കുന്ന ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്നത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി +2 വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഫുള്ള് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത്. മീൻസ് എല്ലാ വിഷയവും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നന്നായിട്ട് നല്ല വൃത്തിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവണം. എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു മീൻസ് അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പല ക്വസ്റ്റ്യൻസും ഒക്കെ പാറ്റേൺ മാറിയും ചോദിക്കാതെയും ഒക്കെ നിങ്ങളുടെ ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ അത്യാവശ്യം നല്ല പാറ്റേണിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ PYQs എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പല വിഷയങ്ങളിലും. ഓക്കെ, ചില വിഷയങ്ങളൊക്കെ കുഴപ്പമില്ല, പക്ഷേ ചിലതിലൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻ എന്താ പറയുക നേരത്തെ ചോദിച്ചിട്ടില്ലാത്ത പല മേഖലകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുമുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് 1 വേർഡ്സിൻ്റെ സെക്ഷനൊക്കെ എന്താ പറയുക കുറേ കൂടി പാറ്റേൺ നന്നായിട്ട് മാറുന്നുണ്ട്, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം പറ്റുന്ന എല്ലാം നമ്മൾ കവർ ആക്കണം. ആ ഒരു ഐഡിയ ഞാൻ ഇവിടെ പറയുകയാണ്. അത് നിങ്ങൾ എന്താ പറയുക അതിനെക്കുറിച്ചൊന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി അവിടെ സെറ്റ് ആക്കാം എന്നുള്ളൊരു മീൻസ് അത് ഒരു മാക്സിമം നമുക്കൊരു ജയിക്കാനൊക്കെ പറ്റും, അത് വേറെ കാര്യം. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് ഒരു A+ ലെവലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം എല്ലാ ടോപ്പിക്സും കവർ ആക്കിയിട്ട് തന്നെ നമ്മൾ പോവുക. ജസ്റ്റ് ഒരു വായിച്ച് ഒരു മിനിമം ധാരണ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ എക്സാം ഹോളിലോട്ട് പോകണം. ഓക്കെ, സോ അതുകൊണ്ട് +2 പഠിക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക ഒരുപാട് ടൈം നിങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പിന്നെ PYQs നോക്കിക്കൊള്ളണം. PYQs എന്താ പറയുക നമുക്ക് നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 2017 ഓൺവേർഡ്സ് അതോ 2018 ഓൺവേർഡ്സ് പല സബ്ജക്റ്റുകളും PYQs അവൈലബിൾ ആണ്. സോ അതൊക്കെ നോക്കി വായിച്ചിട്ട് പോകണം. പിന്നെ ന്യൂ പാറ്റേൺസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പാറ്റേൺസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾ അനലൈസ് ചെയ്യുക, പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇനി നമ്മളെ ചാനലിലും ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പറയുമ്പോൾ അതനുസരിച്ച് കൂടി നമുക്ക് ചെയ്യാനായിട്ട് എന്താണ് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഇനി പിന്നെ ചെയ്യാനുള്ള കാര്യമാണ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു ദിവസത്തിൽ ഇരുന്ന് എക്സ്ട്രാ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി പഠിക്കാനുള്ള ഒരു സമയമൊന്നും ഇനി നമുക്കില്ല. ഈ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കൂളിലും ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ കുറേ ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ ഓൾറെഡി. ആ റിവിഷൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമ്മൾ ഈ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമുക്കത് എഴുതി ഒരു പ്രാക്ടീസ് കൂടി ഉണ്ടെങ്കിൽ എക്സാം ആ ഒരു ടൈമിൽ നമുക്ക് നല്ലോണം ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു വലിയൊരു എന്താ പറയുക ഒരു സത്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ റിവിഷൻ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ടെസ്റ്റ് പേപ്പർ കുഞ്ഞു ടെസ്റ്റ് പേപ്പറുകളൊക്കെ നടക്കുന്നുണ്ടായിരിക്കുമല്ലോ, യൂണിറ്റ് ടെസ്റ്റ് പോലെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കിയിട്ട് വായിച്ചിട്ടൊക്കെ തന്നെ പോയി അത്യാവശ്യം കാര്യങ്ങൾ അതിലൊക്കെ എഴുതി ഒന്ന് പ്രാക്ടീസ്ഡ് ആവുക. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ്ലി പ്രാക്ടീസിന് വേണ്ടി സമയം കണ്ടെത്താൻ ഇനി നമുക്ക് ടൈമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂളിലൊക്കെ നടക്കുന്ന ടെസ്റ്റുകളോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച് എഴുതി പ്രാക്ടീസ് എടുത്ത് പോയിക്കൊള്ളണം. ഓക്കെ, ഇതാണ് +2 എന്താ പറയുക പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് വേണം നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെയിലി നമ്മൾ എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യും, ഒരു ഡേ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം ഇതൊക്കെ വെച്ചിട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം. നമ്മളിപ്പോൾ സ്കൂളിൽ പോകണ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ മോർണിംഗ് സെഷനും എടുക്കാം, ഈവനിങ് സെഷനും എടുക്കാം. അതായത് നമുക്ക് രാവിലെയും കുറച്ച് നേരത്തെ ഇരുന്ന് പഠിക്കാം, എണീറ്റിരുന്ന് പഠിക്കാം. പിന്നെ എന്താക്കാം, വൈകിട്ട് നമ്മൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം രാത്രി നമുക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം അനുസരിച്ച് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഇങ്ങനെ ഒരു 2 സ്ലോട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടൈം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മോർണിംഗ് സെഷൻ മീൻസ് രാവിലെ നിങ്ങൾ ഇപ്പോൾ ചിലർക്കൊക്കെ രാവിലെ വെളുപ്പിനെ നന്നായിട്ട് നേരത്തെ എണീക്കാൻ പറ്റുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് ആണ്, അതിലൊന്നും പറയാനുള്ള ഒരു റൈറ്റും എനിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് യൂണീക്കാണ്, മനസ്സിലായോ. നിങ്ങൾക്ക് എത്ര മണിക്ക് എണീക്കുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഏത് സമയത്ത് പഠിച്ചാലാണ് തലയ്ക്കകത്തോട്ട് വല്ലതും കയറുക എന്നൊക്കെയുള്ളത് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറ്റുന്ന ഒരു ടൈമിൽ മോർണിംഗിൽ മാക്സിമം നേരത്തെ തന്നെ ഒന്ന് എണീക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ രാവിലെ സ്കൂളിൽ പോകുന്നത് വരെയുള്ള ഒരു ടൈം നമുക്ക് കാണും. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മൾ
നിങ്ങളുടെ ചോയ്സാണ്. ഒന്നില്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യം പഠിക്കുക, അല്ലെങ്കിൽ +2 പഠിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് രാവിലെ നമുക്ക് കുറച്ച് സമയമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ തന്നെ രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യം പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, രാവിലെ തന്നെ നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ അത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതായത് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണല്ലോ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് അത് പഠിക്കാൻ മൂടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് +2 പോർഷൻസ് എടുത്ത് പഠിച്ചോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് താല്പര്യമായിട്ട് തോന്നുക അതുപോലെ ചെയ്യുക. രാവിലെ ഒന്നും പഠിക്കാണ്ടൊന്നും ഇനി പോകരുത്. ഇനി ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം ഇനി കാര്യങ്ങൾ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അത്യാവശ്യം നേരത്തെ എണീറ്റിട്ട് എന്താക്കുക, ഇരുന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, സ്കൂളിൽ പോകുന്നവരെ ടൈം നമുക്കുണ്ട്, അത് ഒരു സ്ലോട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ആ ഒരു സ്ലോട്ടിൽ ആ ഒരു മോർണിംഗ് സെഷനിൽ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റിൽ പഠിക്കാൻ ഏത് വിഷയമാണോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാം. അല്ല +2 പോർഷനാണ് പഠിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് പഠിക്കാം. ഓക്കെ, ഇനി ഈവനിങ് സെഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞു, നമ്മളൊരു കുഞ്ഞ് ബ്രേക്കൊക്കെ എടുത്തു, നമ്മൾ ഒന്ന് ഫ്രഷായി റെഡിയായി, പിന്നെ വൈകിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അതാണ് ഈവനിങ് സെഷൻ എന്ന് പറയുന്നത് അല്ലേ, രണ്ടാമത്തെ സ്ലോട്ടാണ്. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക, +2 തന്നെ നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുത്ത് ആ ഒരു ടൈമിൽ പഠിക്കാം. അതായത് ഇപ്പോൾ രാവിലെ +1 ഇമ്പ്രൂവ്മെൻറ്റിലുള്ളവർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈവനിങ് സെഷൻ ആകുമ്പോൾ +2 ടോപ്പിക്സുകൾ നല്ല വൃത്തിക്ക് പഠിക്കാൻ നോക്കുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 സെഷൻ നമുക്ക് കിട്ടും. അത് രണ്ടും എല്ലാവരും ഇനി രാവിലെയും പഠിക്കുക, രാത്രി ഇരുന്ന് പഠിക്കണം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ +1 വേണമെങ്കിൽ അത് പഠിക്കാം, അല്ല +2 അത് പഠിക്കാം. അത് നിങ്ങൾക്ക് ഏതാണോ മൂഡ് അനുസരിച്ച്, ഇൻട്രസ്റ്റ് ഏതാണോ അതനുസരിച്ച് ചെയ്ത് നോക്കുക. നിങ്ങളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കുറച്ച് പോർഷൻ രാവിലെ ഞാൻ പഠിച്ചു, വൈകിട്ട് ഫുള്ള് ഞാൻ +2 കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ഇനി നാളെ രാവിലെ എണീറ്റിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ രാവിലെ ഒന്നും പഠിക്കുന്നില്ല, വൈകിട്ട് ഞാൻ കുറച്ച് +2 അതൊക്കെ നോക്കി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പോവരുത്. നമ്മൾ ഈ പഠിച്ച് തുടങ്ങുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പബ്ലിക് എക്സാം തീരുന്നവരെയും ചെയ്യാനുള്ള ഒരു വിൽ പവർ നമുക്ക് ഇനി ഉണ്ടാവണം. ഓക്കെ, സോ മോർണിംഗ് സെഷനിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ 2 സെഷനായിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഹോളിഡേയ്സിൻ്റെ കാര്യം, അതായത് സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ വേറെ ഒരു ഹോളിഡേയ്സ്, വേറെ രീതിയിലുള്ള ഹോളിഡേയ്സ് ഒക്കെ എന്തെങ്കിലും ലീവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് കുറേ കൂടി സമയം നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെ കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനുള്ളതും പഠിക്കണം, പിന്നെന്താ +2 കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് റെഡി ആവുക. ഓക്കെ, അവിടെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ച വരെ വേണമെങ്കിൽ +1 പഠിക്കാം, ഉച്ചയ്ക്ക് ശേഷം രാത്രി വരെ പിന്നെ എന്താണ് +2 പഠിക്കാം, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്തേച്ചാൽ മതി. ഓക്കെ, എന്തായാലും നമ്മൾ ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം, നമ്മൾ ഈ എടുക്കാൻ പോകുന്ന ഈ ഒരു എഫേർട്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം, എങ്കിലേ നമുക്ക് നല്ലൊരു റിസൾട്ടിലോട്ട് എത്താനായിട്ട് സാധിക്കുള്ളൂ. മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടച്ചൊക്കെ അങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക, അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എനിക്ക് അത്രയാണ് പറയാനായിട്ടുള്ളത്. സോ ഞാൻ ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമുക്കിനി കുറച്ച് സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കത് മതി, നമുക്ക് പഠിച്ച് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. അതാദ്യം എന്ത് ചെയ്യുക, നിങ്ങളെ പറഞ്ഞൊന്ന് പഠിപ്പിക്കുക. ഓക്കെ, ഇനി ടൈം ഉണ്ട്, നമുക്ക് പറ്റും, ഇനി പഠിച്ചാലും മതി, എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കാനുള്ള ആ ഒരു വിൽ പവറൊക്കെ സെറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, +1 ഇമ്പ്രൂവ്മെൻറ്റും +2 ഇതെല്ലാം നമ്മൾ ഡെയിലി എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മീൻസ് കുറച്ച് പോർഷൻ വെച്ചിട്ടുണ്ടെങ്കിലും പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, +1 ഇമ്പ്രൂവ്മെൻറ്റിന് എന്താ പറയുക കുറച്ചായിട്ട് പഠിച്ച് പോയാൽ മതി. +2 കൂടുതൽ ടൈം എടുത്ത് നിങ്ങൾ പഠിക്കാൻ ഇരിക്കേണ്ടത്. ഓക്കെ, പഠിക്കേണ്ടത്. സോ +1 പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും PYQs ഒക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പോയാൽ മതി. +2 മാക്സിമം ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യണം. എക്സാമിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്, സോ അതിനനുസരിച്ച് നമ്മളും റെഡി ആവണം എന്നുള്ളൊരു എന്താ പറയുക ചിന്ത നിങ്ങൾക്ക് വരണം. ഓക്കെ, പിന്നെ പ്രാക്ടീസ് ചെയ്യണം, റിവിഷൻ ടെസ്റ്റുകളൊക്കെ സ്കൂളിൽ അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്താണ് ഒരു സാധാരണ ഒരു നോർമൽ ഡേ ആണെന്നുണ്ടെങ്കിൽ, വർക്കിംഗ് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റിരുന്ന് പഠിക്കണം, വൈകിട്ടും നമ്മൾ എന്ത് ചെയ്യുക, വന്നിരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പഠിക്കാം, ഏത് +1 വേണോ +2 വേണോ എന്നുള്ളത്. പിന്നെ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ നമുക്ക് സാറ്റർഡേ സൺഡേ നമ്മൾ എന്താ പറയുക വെറുതെ റീൽസ് കണ്ടോ ഷോർട്സ് കണ്ടോ ഇരിക്കരുത്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വരിക. ഓക്കെ, +1 +2 കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്ത് തന്നെ നമ്മൾ അവിടെയും പഠിച്ച് പോവുക. ഓക്കെ,
പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇനി ഇതിങ്ങനെ നമ്മൾ എടുത്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ വരുന്നൊരു ഒരു തോട്ടായിരിക്കും, അയ്യോ ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എന്താ പറയുക വേറൊരു ബ്രേക്ക് ഇല്ലല്ലോ, വേറൊരു ഫ്രീ ടൈം ഇല്ലല്ലോ, ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ഹാർഷ് ആയിരിക്കുമല്ലോ ഇതെന്നുള്ള ഒരു ഫീൽ വരും. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഉറങ്ങാനും സമയം കണ്ടെത്തുക. പിന്നെന്താണ്, ഈ ഇടയ്ക്ക് ഈ ബ്രേക്കൊക്കെ എടുത്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നമുക്ക് ആർക്കും തന്നെ ഒരുപാട് സമയം നമുക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഉറപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഒരു അരമണിക്കൂർ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഏറ്റവും എന്താ പറയുക ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊക്കെ ഭയങ്കര വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. അതായത് ഇപ്പോൾ അരമണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ പഠിക്കുന്നു, ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറാവാം, അത്രയും നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമുക്ക് അത് ഓരോരുത്തർക്കും അനുസരിച്ച് യൂണിക്കാണ് കേട്ടോ. അതായത് ചിലർക്ക് കുറേ കൂടി ടൈം 1 മണിക്കൂറൊക്കെ ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കുറച്ച് നേരം പഠിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് ഒരു ബോറടി പോലെ ഫീൽ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ ഫോൺ കാണാനല്ല, ജസ്റ്റ് നമ്മളെന്താണ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക, എന്താ പറയുക ജസ്റ്റ് പിന്നെ വീട്ടിലൊക്കെയുള്ള എന്താ പറയുക വീട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കുക. അങ്ങനെയൊക്കെ ആ ഒരു ബ്രേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെൻ്റലി നമുക്കത് നല്ലതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ അല്ലാത്ത ടൈമിൽ ഈ ഒരു മീൻസ് ഒരു ഈവനിങ് ടൈമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ ഫോൺ ചെക്ക് ചെയ്യാനും ഇൻസ്റ്റയിലെ റീൽസ് കാണാനും യൂട്യൂബ് ഷോർട്സ് കാണാനും എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, പക്ഷേ അതൊന്നും നമ്മൾ അഡിക്റ്റായി പോകരുത്. നമ്മൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അഡിക്റ്റായി പോവേണ്ട സംഭവം നമ്മുടെ പഠനമാണ്. ആ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം അതിൻ്റെ സൈഡായിട്ട് അങ്ങനെ പൊക്കോളും. ഈ പഠനത്തെ വിട്ട് ഒരു കളിയിലോട്ട് പോകരുത്. ഈ പഠനമാണ് നമുക്ക് ഏറ്റവും മെയിൻ. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അതിൻ്റെ സൈഡായിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൊണ്ട് ഈ ഒരു മടി അല്ലെങ്കിൽ ബോറിങ് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇനി ഉള്ള ദിവസം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിലിജൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ബാക്കി ബ്രേക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ട് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്താക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തായാലും ഒരു മിനിമം ധാരണയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.